ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നല്ല കോമ്പിനേഷനായ കപ്പ അഥവാ കൊള്ളി തേങ്ങ അരച്ച് വെച്ചതും അതേപോലെ തന്നെ ചിക്കൻ റോസ്റ്റും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവ രണ്ടും വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മീനിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കിവിടെ ചിക്കൻ്റെ കൂടെയും കപ്പ വളരെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഐറ്റം ഒരുമിച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൺഫ്യൂഷൻ ഇല്ലാണ്ട് കേൾക്കണം. അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ നമുക്ക് ചിക്കൻ നമുക്ക് ആദ്യം തന്നെ മസാല തേച്ച് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ ചിക്കനാണിത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ്, അപ്പോൾ ഈ പോർഷൻ ഞാനിവിടെ എടുക്കാറില്ല. ഈ 2 പോർഷന് ഞാനിവിടെ മുറിച്ച് മാറ്റാണ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ സ്കിന്നൊക്കെ കളഞ്ഞ് ചിക്കന് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ മുറിക്കുമ്പോൾ ഓരോ പോർഷൻ വെച്ചിട്ട് മുറിച്ചാൽ മതി, ബുദ്ധിമുട്ടില്ലാണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ആഡ് ചെയ്ത്, അതേപോലെ തന്നെ ചിക്കൻ മുറിച്ചിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചിക്കൻ്റെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞ് കൊടുക്കാം കത്തി ഉപയോഗിച്ചിട്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കും. അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്കിവിടെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാല, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അത് ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു ഫ്രിഡ്ജിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ വെക്കാം. നമുക്കിവിടെ ചിക്കനിൽ മസാലയൊക്കെ പിടിക്കുന്ന ടൈം കൊണ്ട് നമുക്കിവിടെ കപ്പ മുറിച്ചിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ കപ്പ തൊലിയൊക്കെ കളഞ്ഞ്, പിന്നെ ഞാനിവിടെ അധികം ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നില്ല, കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെയാണ് മുറിച്ച് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പ്രഷർ കുക്കറിൽ ഈ കപ്പ ആദ്യം ഇട്ട് കൊടുത്തിട്ട് കപ്പ നികക്കണ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഇത് കുക്കർ ഒരു 2 വിസിൽ, ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുത്താം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മളിപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മളിവിടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ട് വേണം ഇവിടെ നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ പൊരിക്കാനിടുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ അതിന് വേണ്ട സബോളയും തക്കാളിയൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ ഈ സബോളയും തക്കാളിയും മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ ഇവിടെ ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു 5-6 സബോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അതേപോലെ 2 തക്കാളി അതും ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഇപ്പോൾ ഇത് മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ ചിക്കന് നമ്മൾ ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്, അത് മറിച്ചിട്ടെടുക്കാൻ മറക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സബോളയും തക്കാളിയും ഇവിടെ അരിഞ്ഞു വെച്ചു. ഇനി ഞാനിവിടെ റെഡ് പെപ്പറാണ് എടുത്തിട്ടുള്ളത്, അതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മുറിക്കുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കുക. അതേപോലെ വെളുത്തുള്ളി ഒരു കുടം നമുക്ക് തൊലി കളഞ്ഞിട്ട് മുഴുവനോടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, ചതയ്ക്കണ്ട. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറായി. സബോള, തക്കാളി, കറിവേപ്പില, റെഡ് പെപ്പർ, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ തയ്യാറായി. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് ഓയിലിൽ നിന്ന് നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. എല്ലാ ചിക്കനും നമ്മൾ മാറ്റി. അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പയും നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് 2 വിസിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പൊരിച്ച അതേ ഓയിലിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സബോള ഒന്ന് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് അധികം ഉപ്പിട്ട് കൊടുക്കണ്ട, നമ്മൾ ചിക്കൻ വെന്ത ഓയിലാകുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഓയിലെല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളിവിടെ തക്കാളിയും ഇഞ്ചി അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായി അലിഞ്ഞ് ചേരുന്ന വരെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂണ്
മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. കാരണം ഞാനിപ്പോൾ അധികം പൊടികളൊന്നും ചേർക്കണില്ല. നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ നന്നായി മസാലയൊക്കെ തേച്ചിട്ടാണ് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ളത്. പിന്നെ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഈ വെളിച്ചെണ്ണയിലും കുറച്ച് എരിവൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം മസാലകൾ ചേർക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ മസാല ഒന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ എല്ലാ ചിക്കൻ പീസിലും നമ്മൾ മസാല പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമുക്ക് കപ്പയിലേക്കുള്ള തേങ്ങ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ കപ്പയിലേക്ക് ഒരു അരമുറി തേങ്ങയും 1 നുള്ളി ജീരകവും പിന്നെ 4-5 ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒരു മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മിക്സിയിൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് അധികം വെള്ളം ആഡ് ചെയ്യണ്ട. നമ്മൾ തേങ്ങ നകക്കെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇത് വെന്ത കപ്പയിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് തന്നെ ഇത് കപ്പയിൽ യോജിച്ചൊന്ന് വറ്റി കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ റോസ്റ്റും നമ്മളിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ട് മൂടി വെച്ച ചിക്കൻ റോസ്റ്റും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വെന്ത കപ്പയിലേക്ക് കുറച്ച് കടുകും മുളകും കൂടിയിട്ട് വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ഡ്രൈ റെഡ് ചില്ലി, കുറച്ച് കടുക്, ഇത്രയും ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും പിന്നെ ഈ റെഡ് ചില്ലിയും കറിവേപ്പിലയും കൂടി നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നമുക്ക് ഈ വെന്ത കപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കപ്പയും റെഡി, ചിക്കൻ റോസ്റ്റും റെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് മല്ലിയില തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക്സ്.